ഞങ്ങളുടെ തീരപ്രദേശത്തുള്ളവർ ഈ കടൽ കൊണ്ട് ജീവിക്കുന്നവരാണ്. ഇപ്പം ഞങ്ങളുടെ തീരം വളരെ പട്ടിണിയായിട്ട് കിടക്കുകയാണ്. ഈ കുട്ടിയൊക്കെ വിശപ്പിന് വേണ്ടി ആഹാരം കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഭർത്താവ് ഇപ്പോൾ കടലിലിറങ്ങി. ഇപ്പം അതും നിർത്തലാക്കി വെച്ചിരിക്കുന്നു. അറിയുന്നതിന് മുൻപ് നമ്മുടെ ജനങ്ങൾ പാസ്ബുക്കും കൊണ്ട് എവിടെ പോവുകയാണ്? ബാങ്കിൽ പോവുകയാണ്. പക്ഷെ പോയിട്ട് വരുമ്പോൾ കിട്ടുന്നില്ല. അതും വിശപ്പ് കൊണ്ട് ഓടുന്നതാണ്. ഇന്നും വാടകയ്ക്ക് കഴിയുന്നവരുണ്ട്. ഈ വാടകയ്ക്ക് പോലും ഇപ്പം കറക്റ്റായിട്ട് വാടക കൊടുക്കുന്നില്ല. 2-3 നില കെട്ടിടമാണ് മോനെ ഇടിഞ്ഞ് വീണത് ഈ വേലിയേറ്റ സമയത്തൊക്കെ. നമസ്കാരം. MSC എൽസ3 എന്ന കപ്പൽ മറിഞ്ഞതിനെ തുടർന്ന് തീരദേശം എമ്പാടും ആശങ്കയിലാണ്. കാരണം നിരവധി മാലിന്യങ്ങളാണ് കടൽ തീരത്ത് അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഈ മാലിന്യം വളരെ വലിയ രീതിയിൽ കടലിനെയും ബാധിക്കുകയാണ്, മത്സ്യസമ്പത്തിനെയും ബാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് തീരപ്രദേശത്തെയും മത്സ്യത്തൊഴിലാളികളെയും ആകെ അങ്കലാപ്പിൽ ആക്കിയിരിക്കുകയാണ്. നിരവധി മാലിന്യ അതായത് പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ കടൽ തീരത്ത് അടിഞ്ഞുകൂടുന്നു. നിലവിൽ മത്സ്യം വാങ്ങാൻ ആരുമില്ലാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അമ്മ, ഈ പെല്ലറ്റുകൾ ഇങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ഇപ്പോൾ? ഞങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ട് എന്തെന്നറിയാവോ? ഞങ്ങളുടെ തീരപ്രദേശത്തുള്ളവർ ഈ കടൽ കൊണ്ട് ജീവിക്കുന്നവരാണ്. ഇപ്പം ഞങ്ങളുടെ തീരം വളരെ പട്ടിണിയായിട്ട് കിടക്കുകയാണ്. കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഇത് മുടങ്ങി. ഒരു പെൻഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പെൻഷൻ ഇപ്പോൾ 2 മാസത്തെ പെൻഷൻ ഇട്ടെന്ന് പറഞ്ഞ് അത് പോയപ്പോൾ അത് പെൻഷൻ കൊടുക്കുന്ന നമുക്കത് ആയില്ല. പിന്നെ ഇപ്പോൾ ഒരു പ്രഖ്യാപനം എന്ന് വെച്ചാൽ 1000 രൂപയും 6 കിലോ അരിയും ഈ ഒരു കാരണം കൊണ്ട് കൊടുക്കുന്നെന്ന് പറഞ്ഞു. അത് ഇപ്പോൾ പറയുന്നതിന് മുൻപ് നമ്മുടെ ജനങ്ങൾ പാസ്ബുക്കും കൊണ്ട് എവിടെ പോവുകയാണ്? ബാങ്കിൽ പോവുകയാണ്. പക്ഷെ പോയിട്ട് വരുമ്പോൾ കിട്ടുന്നില്ല. അതും വിശപ്പ് കൊണ്ട് ഓടുന്നതാണ്. ഇപ്പോൾ റേഷൻ അരി ഇപ്പോൾ തന്നെ എല്ലാ മത്സ്യത്തൊഴിലാളികളും ഇപ്പോൾ റേഷൻ കട കൊണ്ട് ജീവിക്കുന്നവരാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മൊത്തം റേഷൻ കൊടുത്തില്ല. ഇന്ന് തൊട്ടാണ് റേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമുക്ക് ഭയങ്കര ഒന്നാമത്തെ കാര്യം, കടലിൽ മീനില്ല. ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ പഞ്ഞമാസ പദ്ധതിയാണ്, വേലിയേറ്റ മാസമാണ്. പക്ഷേ മീൻ കിട്ടിയാലും വിഷാംശം എന്നൊക്കെ പറഞ്ഞ് മീൻ വാങ്ങുന്നില്ല. അതുകൊണ്ട് ഇത്രയും മണ്ണെണ്ണയും ഗ്യാസ് ഇതെല്ലാം കൊണ്ട് കടലിലോട്ട് പോണവർക്ക് തിരിച്ച് വരുമ്പോൾ ഉള്ളതിൽ അവർ ജീവിതത്തിൽ ഉപാധി കൊണ്ടുവരുമ്പോൾ അവരെന്തെന്നറിയാൻ മീൻ വാങ്ങുന്നില്ല. അപ്പോൾ അവർക്ക് ഇതൊക്കെ നഷ്ടം. കൂലിക്ക് വേണ്ടി 4-5 ആൾക്കാർ വള്ളത്തിൽ പോകുക. അപ്പോൾ അവരെ കാര്യം നോക്കണം, വീട്ടുകാര്യം നോക്കണം. ഈ പെട്രോൾ മുറുക്കാൻ, സബ്സിഡി മുറുക്കാൻ, വെള്ളം എല്ലാം ഉൾപ്പെടെ അവർ കൊണ്ടുപോവുകയാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അവർക്ക് വളരെ നഷ്ടത്തിൽ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് കൊണ്ടുവരുന്ന മീനിന് വിലയില്ല, അവർ മീൻ പണിക്ക് പോകാൻ പറ്റുന്നില്ല. പിന്നെ അദാനി തുറമുഖം വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇവിടെ തീരവും വീട് നഷ്ടപ്പെട്ട് ഇന്നും വാടകയ്ക്ക് കഴിയുന്നവരുണ്ട്. ഈ വാടകയ്ക്ക് പോലും ഇപ്പം കറക്റ്റായിട്ട് വാടക കൊടുക്കുന്നില്ല. 5500 രൂപ മാസം വാടക കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതും ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ വാടക കറക്റ്റായിട്ട് കൊടുത്താലല്ലേ ഞാനിപ്പോൾ ഒരു വീട് കൊടുക്കുന്നത്. എനിക്ക് വാടക കറക്റ്റായിട്ട് കിട്ടിയാലല്ലേ ഞാൻ അതുകൊണ്ട് ജീവിക്കുന്നവരാണ്. ആ വാടക കൊണ്ട് കറക്റ്റായിട്ട് കിട്ടിയാലല്ലേ എൻ്റെ ജീവിതം ഇതാകും. അപ്പോൾ അവർക്ക് വാടകയും കിട്ടുന്നില്ല, വാടകയ്ക്ക് കൊടുത്തവർക്കും ബുദ്ധിമുട്ട്. അത് മത്സ്യത്തൊഴിലാളികൾ ആരെങ്കിലും ആയിരിക്കും. 2-3 നില കെട്ടിടമാണ് മോനെ ഇടിഞ്ഞ് വീണത് ഈ വേലിയേറ്റ സമയത്തൊക്കെ. ഇപ്പോൾ കിട്ടുന്നത് നമുക്കൊരു ഫ്ലാറ്റ് ഇരിക്കട്ടെ, അവർ തൽക്കാല കാര്യത്തിൽ അവർക്ക് കിട്ടുന്നുണ്ട്. ഇയാണ്ട് ഒന്ന് ചോദിക്കാൻ യഥാർത്ഥ ബാധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. എൻ്റെ വീട് പോയിട്ട് 2019 വീട് പോയത്. ഈ നിമിഷം വരെയും സർക്കാരിൽ നിന്ന് എനിക്കൊരു വാടക പോലും കിട്ടിയിട്ടില്ല. ഞാൻ വീട്ടുജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി എൻ്റെ കാലിലിപ്പോൾ കമ്പി ഇട്ട കാരണം എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് മത്സ്യത്തൊഴിലാളിയാണ്. പുള്ളിക്കാരന് TBയുടെ അസുഖം ബാധിച്ച് 3 മാസം വരെ പുനലക്കോട്ട ഹോസ്പിറ്റലായിരുന്നു. തിരിച്ചു വന്നിട്ട് എൻ്റെ ഭർത്താവിന് പണിക്ക് പോകാൻ തീരെ നിവൃത്തിയോട് കൊണ്ടാണ് 2 കൊച്ചു കുട്ടികളാണ്. മോള് 10ാം ക്ലാസ് ഇപ്പോൾ കഴിഞ്ഞ് നിൽക്കുന്നു, മോൻ 6ാം ക്ലാസ് കഴിഞ്ഞ് 7-ായതേ ഉള്ളൂ. ഈ കുട്ടിയൊക്കെ വിശപ്പിന് വേണ്ടി ആഹാരം കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഭർത്താവ് ഇപ്പോൾ കടലിലിറങ്ങി. ഇപ്പം അതും നിർത്തലാക്കി വെച്ചിരിക്കുന്നു. ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കാനും ഒരു നിവൃത്തിയില്ല, മക്കൾക്ക് ആഹാരം കൊടുക്കാൻ പോലും ഒരു നിവൃത്തിയില്ലാതെയാണ് ഞങ്ങൾ ഇന്നും ജീവിക്കുന്നത്.
മത്സ്യങ്ങൾ ഈ ചത്തു പൊങ്ങുന്ന ഒരു പ്രവണത ഉണ്ടോ? ഒരു ഇതില്ല മോനെ, എല്ലാം ചുമ്മാ പറയുന്നത്. ചത്തു പൊങ്ങുന്ന ഒരു ഇതില്ല. പക്ഷെ കടലിൽ ഇപ്പം ഈ കപ്പലിൻ്റെ ഈ ഒരു പ്രശ്നം വന്നതുകൊണ്ട് മത്സ്യങ്ങളും കുറവാണ്. അഥവാ പണിക്ക് പോയാലും മത്സ്യങ്ങൾ കിട്ടുന്നത് കൊണ്ടുവന്നാലും വില കിട്ടുന്നില്ല. കാര്യം കഴിക്കാൻ പേടി. അവർ കഴിക്കാൻ ആളുകൾ വാങ്ങുന്നില്ല, അവർക്ക് പേടി. പിന്നെ ചിലവർക്ക് മീൻ കറിയേ ആവശ്യമുള്ളൂ എന്നുള്ളവർ എത്ര രൂപ കൊടുത്താലും ചിലവർ വാങ്ങിച്ച് കഴിക്കും. അതൊക്കെ നല്ല സാമ്പത്തികമൊക്കെ ഉള്ളവരായിരിക്കും. പക്ഷെ തീരെ വളരെ പട്ടിണിയിലും വളരെ ദുരിതത്തിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചത്തു പൊങ്ങുന്നതൊക്കെ പറയുന്ന വെറും പിന്നെ വേണ്ടാത്ത വാക്കുകളാണ്. അതൊന്നുമില്ല. അതൊക്കെ നമ്മളൊക്കെ തീരപ്രദേശത്ത് താമസിക്കുന്നത് നമുക്കറിയുന്ന കാര്യമാണ്. ഈ പെല്ലറ്റ് നിങ്ങളുടെ തീരത്തുനിന്ന് എടുത്തുകൊണ്ടുവന്നതാണ്? തീരത്തുനിന്ന് എടുത്തതാണ്. ഇത് നമ്മളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എടുത്തതാണ്. ഈ തീരത്തുനിന്ന് നമ്മൾ പിന്നെ വള്ളത്തിൽ പോയി എടുത്തതാണ്. വെള്ളപ്പരലെന്ന് പറഞ്ഞാൽ വലയിൽ കുടുങ്ങുന്നതാണ്. കടലിന്റെ അകത്ത് കരയ്ക്ക് ഇത് ഇപ്പൊ ഈ സമയത്ത് വേലിയേറ്റ സമയത്ത് കരയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ വലയിൽ മീനിന് പകരം കിട്ടിയത് ഈ വെള്ളം, പിന്നെ മണ്ണും കൂടെ കലർത്തി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തീരത്തുനിന്ന് കിട്ടുന്ന സംഭവമാണ്. ഇതെല്ലാം കടലിൽ നിന്ന് കിട്ടിയ സംഭവമാണ്. ഇതല്ല. നമ്മുടെ പേരെന്താ? രാജി. എവിടുന്നാ വരുന്നത്? വലിയതറ. ഏറെ ഡിമാൻഡ് ഉണ്ടായിരുന്ന മത്സ്യത്തിന് ഇപ്പോൾ ആൾക്കാർ കുറവാണ് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുന്നത്. ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണം എന്നും അവർ ആവശ്യപ്പെടുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.